ജ്ഞാനപ്പാനയുടെ കർത്താവായ ഭക്തകവി പൂന്താനം നമ്പൂതിരി കൊട്ടിയൂരിൽ ഭജനമിരിക്കാനായി വന്നുവത്രേ. പൂന്താനം വന്നത് ഉത്സവകാലത്തല്ലാത്തതിനാൽ അക്കരെ കൊട്ടിയൂരിൽ പോകാൻ സാധിച്ചില്ല. ഭാഗവത പാരായണവുമായി പൂന്താനം ഇക്കരെ സന്നിധാനത്ത് തന്നെ കഴിച്ചുകൂട്ടി. ഇക്കരെ കൊട്ടിയൂരിൽ പൂന്താനം ഭാഗവത പാരായണം ആരംഭിച്ചു. എല്ലാ ദിവസവും കുളിയും ജപവും കഴിഞ്ഞ് ഭാഗവത പാരായണം തുടർന്നു. നടുവിലെ കൽത്തറയിൽ ശ്രീകോവിലില്ലാതെ സോപാനമില്ലാതെ ശ്രീ ചൊരിയുന്നൊരാശില കണ്ടു നിന്നു. ശ്രീ ചൊരിയുന്നൊരാ ആദ്യ ദിനങ്ങളിൽ പ്രത്യേകതകളില്ലാതെ ഭാഗവത പാരായണം സുഗമമായി നടന്നു. ദശമസ്കന്ധം 60-ാം അധ്യായം വായിച്ചു തീർത്ത് അടുത്ത അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അടയാളം വെച്ച് ഭാഗവത ഗ്രന്ഥം മടക്കി വെച്ചു. പിറ്റേ ദിവസം വായിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്യത്ഭുത സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. പതിവ് പോലെ പൂന്താനം പാരായണം തുടങ്ങി. കർഹിച്ചിത് സുഗമാസീനം സ്വതൽപസ്ഥം സദ്ഗുരും പതിം ചര്യ ചരത് വൈഷ്മി ഹെജനേന സഖിജനൈ. ഈ വരികൾ വായിച്ചപ്പോൾ പൂന്താനത്തിന് ശങ്കയായി. ഇത് തലേ ദിവസം വായിച്ചു തീർത്തതാണല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണീ ദേവിയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കവും പ്രണയ ഭാഷണങ്ങളുമാണ് ഈ അദ്ധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. തനിക്ക് തെറ്റിയില്ല, ഓർമ്മപ്പിശക് കൊണ്ട് സംഭവിച്ചതാകാം എന്ന് പൂന്താനം കരുതി. അത് തന്നെ വായിച്ച് അവിടെ അടയാളം വെച്ച് വായന നിർത്തി. പിറ്റേ ദിവസം വായിക്കാൻ ഗ്രന്ഥം തുറന്നപ്പോൾ പൂന്താനം അമ്പരന്നുപോയി. വീണ്ടും അതേ അധ്യായം തന്നെ തുറന്നിരിക്കുന്നു. ഗ്രന്ഥം തുറന്നപ്പോൾ കണ്ടത് 60-ാം അധ്യായം തന്നെ. ഇത് ആരോ മനഃപൂർവ്വം ചെയ്യുന്നതല്ലാതെ മറ്റെന്താവാൻ, പൂന്താനം മനസ്സിൽ പറഞ്ഞു. പൂന്താനം മടി കൂടാതെ ആ അധ്യായം വായിച്ചു. പിറ്റേ ദിവസവും പഴയതുപോലെ തന്നെ 60-ാം അധ്യായം തന്നെ ദിവസങ്ങളോളം വായിച്ചു തീർത്തു. ദൃഢനിശ്ചയത്തോടെ പ്രാർത്ഥനാപൂർവമായ മനസ്സോടെ പൂന്താനം ഒടുവിൽ ഭാഗവതം വായിച്ച് പൂർത്തിയാക്കി. ഗംഗാധര കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടും കാട്ടിൻ നടുവിലെ കൽത്തറയിൽ. പൂന്താനത്തിൻ്റെ ഭാഗവത പാരായണ പരിസമാപ്തിയിൽ ഭക്തസഹസ്രങ്ങളാണ് ഇക്കരെ കൊട്ടിയൂരിൽ ഒഴുകിയെത്തിയത്. ഭക്തർ പൂന്താനത്തിന് ദക്ഷിണയും സമ്മാനങ്ങളും നൽകി. പൂന്താനം കൊട്ടിയൂരിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. മണത്തണ കുണ്ടയൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയ പൂന്താനം തൻ്റെ ഭാണ്ഡം തുറന്ന് ഭാഗവത ഗ്രന്ഥം എടുക്കാൻ നോക്കി. ഭാണ്ഡത്തിൽ ഗ്രന്ഥമുണ്ടായിരുന്നില്ല. തിരക്കിനിടയിൽ മറന്നതാവാം എന്നു കരുതി ഇക്കരെ കൊട്ടിയൂരിലേക്ക് മടങ്ങി. തൻ്റെ ഗുരുനാഥൻ തന്ന അമൂല്യ ഗ്രന്ഥമാണ്, അത് നഷ്ടപ്പെടാൻ പാടില്ല. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിലെ ഉത്തരപ്പടിയിൽ വെച്ച ഓർമ്മയുണ്ട്. ആരോരുമറിയാതെ മിഴി നിറഞ്ഞു കോരിത്തരിച്ചു ഞാൻ നിന്ന നേരം. ആരോരുമറിയാതെ മിഴി നിറഞ്ഞു. തിരിച്ച് ക്ഷേത്രത്തിലെത്തി ഗ്രന്ഥം നോക്കിയപ്പോൾ കണ്ടില്ല. തളർന്ന് ദുഃഖാകുലനായിരുന്ന പൂന്താനത്തിന് ക്ഷേത്രത്തിനകത്ത് നിന്ന് മധുരതരമായ ഭാഗവത പാരായണം കേൾക്കാനിടയായി. കർഹിച്ചിത് സുഗമാസീനം സ്വതൽപസ്ഥം സദ്ഗുരും പതിം ചര്യ ചരത് വൈഷ്മി ഹെജനേന സഖിജനൈ. പൂന്താനം അകത്തേക്ക് ശ്രദ്ധയോടെ നോക്കി. ഭഗവാൻ ഭാഗവതം പാരായണം ചെയ്യുന്നു. ദേവി ശ്രദ്ധയോടെ കേൾക്കുന്നു. ഭഗവാൻ വായിക്കുന്ന ഗ്രന്ഥമാകട്ടെ താൻ മറന്നുവെച്ചതും. വായിക്കുന്ന അധ്യായമോ 60-ാം അധ്യായവും. കർഹിജിത് സുഖമാസീനം. പൂന്താനം ഉറപ്പിച്ചു, തൻ്റെ ഗ്രന്ഥത്തിൽ അടയാളം മാറ്റിവെച്ചത് കൊട്ടിയൂർ പെരുമാൾ തന്നെ, പരമ ഭാഗവത പ്രിയനായ സാക്ഷാൽ മഹേശ്വരൻ. ഭഗവാന്റെ ഭാഗവത പാരായണത്തിൽ പൂന്താനം ലയിച്ചു നിന്നു. പാരായണം അവസാനിപ്പിച്ച് മഹേശ്വരിയോട് ഭഗവാൻ ചോദിച്ചു, വായന ദേവിക്ക് ഇഷ്ടമായോ? പൂന്താനം വായിച്ചപ്പോഴാണ് കുറച്ചുകൂടി ഭക്തി മാധുര്യമുണ്ടായതെന്ന് ദേവി പറഞ്ഞു.
മഹാദേവനും അത് സമ്മതിച്ചു. ഇതിനെല്ലാം സാക്ഷിയായ പൂന്താനം ദേവീ ദേവന്മാരുടെ പാതാരവിന്ദങ്ങളിൽ വീണു നമസ്കരിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഗ്രന്ഥം തിരികെ തരാൻ പൂന്താനം മഹാദേവനോട് അഭ്യർത്ഥിച്ചു. താങ്കൾ മടങ്ങിക്കോളൂ, ഗ്രന്ഥം വടക്കുംനാഥ ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിലുണ്ടാകുമെന്ന് ഭഗവാൻ പൂന്താനത്തോട് പറഞ്ഞു. പൂന്താനം മടങ്ങി. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് തൻ്റെ ഭാഗവത ഗ്രന്ഥം കിട്ടി. പൂന്താനം കൊട്ടിയൂർ പെരുമാളിൻ്റെ ഉത്തമ ഭക്തനായി തീർന്നു. കൊട്ടിയൂർ പെരുമാളിന് ഭാഗവത പാരായണം എത്ര കണ്ട് പ്രിയമാണെന്ന് ഈ ഐതിഹ്യ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നു. ശ്രീകോവിലില്ലാതെ സോപാനമില്ലാതെ ശ്രീ ചൊരിയുന്നൊരാശില കണ്ടു നിന്നു. ശ്രീ ചൊരിയുന്നൊരാശില കണ്ടു നിന്നു. കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടും കാട്ടിൻ നടുവിലെ കൽത്തറയിൽ. ശരി, പറയ്, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ